തുഫാൻ ഒരു വൻപിച്ച വിജയമാണ്. കേരളത്തിലെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നു. ഇതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ഇത് ഭാവി തലമുറയെ രക്ഷിക്കാനുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു വലിയ മുന്നേറ്റമാണ്. ദയവായി ഈ ലോറിയിലൊക്കെ പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്നവരൊക്കെ ഇത് അവസാനിപ്പിക്കണം. വെറുതെ ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കരുത്. ആലപ്പുഴയിലൊക്കെ വളരെ വ്യാപകമാണിത്. ഇത്തരത്തിലുള്ള ഏർപ്പാടുകളൊക്കെ അവസാനിപ്പിക്കണം. പിന്നെ പോലീസ് പിടിച്ചു എന്നാരും പരാതി പറയരുത്. നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയെ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആരോഗ്യ, എക്സൈസ്, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെ കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ തുഫാൻ നടപ്പാക്കുന്നത്. അത് ഒരു തരത്തിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. എല്ലായിടത്തും പോലീസ് അതിസമർത്ഥമായി ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനത്തെ തടയാനുള്ള നടപടികൾ കൈക്കൊള്ളുകയാണ്. ഞാൻ പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ഒരാളുടെയും ശുപാർശകൾ ഈ കാര്യത്തിൽ കേൾക്കാൻ പാടില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അവരുടെ ഡ്യൂട്ടിയിൽ ഒരു ശേഷം വെള്ളം ചേർക്കാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ അല്ലാത്തവരുടെയോ ശുപാർശകൾ കേൾക്കാൻ പാടില്ല. കാരണം ഇത് കേരളീയ സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇന്നലെ ഞാൻ കോഴിക്കോട് വെച്ച് പറഞ്ഞത് ആംബുലൻസ് രോഗിയില്ല, അതിങ്ങനെ ശബ്ദം മുഴക്കി പോവാണ്. പല ആംബുലൻസിലും ഇത് ഡ്രൈവർമാർ മയക്കുമരുന്ന് വിൽക്കാൻ അത് പ്രേരിപ്പിക്കുന്നതിനുള്ള പരാതി ഉയർന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കൊണ്ടുവരുന്നവരുണ്ടല്ലോ, ആളുകൾ ഈ ജഗ്ഗി ഓൺലൈനിലൂടെ വിളിച്ച് പറഞ്ഞ ഫുഡ് കൊണ്ടുവരുന്നത് അവരെ സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങിയ സ്ഥാപനം, അവരെ പറ്റിയും പരാതി വരുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത് മുന്നറിയിപ്പാണ്, ഈ പരിപാടി അവസാനിപ്പിക്കണം. സൊമാറ്റോ അതോടൊപ്പം തന്നെ സ്വിഗ്ഗി ഈ വലിയ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അവരാണ് ഇതിൻ്റെ പലയിടത്തും ഇത് കൊണ്ട കൊടുക്കുന്നതെന്ന്. കാരണം അവരെ ആരും ചെക്ക് ചെയ്യാറില്ല, ഫുഡ് കൊണ്ടുപോകല്ലേ. അപ്പോൾ അവരോട് ഞാൻ പറയും, നിങ്ങളിത് അവസാനിപ്പിക്കണം. വെറുതെ ആവശ്യമില്ലാതെ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട നടപടി ഉണ്ടാകരുത്. ഇതുവരെ ചെയ്തൊക്കെ ചെയ്തു, ഇനി ഇത് അവസാനിപ്പിക്കണം. ഇത് ചെയ്താൽ അവരെ ഞങ്ങൾ പോലീസ് പരിശോധിക്കും. കർശന നടപടി ഇക്കാര്യത്തിലുണ്ടാകും. 26-ാം തീയതി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് MLA-മാരുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന് പ്രതിജ്ഞയെടുക്കുകയും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്കൂളിൽ ഓരോ നിയോജക മണ്ഡലങ്ങളിലും അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമാണെന്ന് ഈ ജൂൺ 26 അന്ന് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പരിപാടി ഉണ്ടാകും. MP-മാർ പങ്കെടുക്കും. പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജനകീയ മുന്നേറ്റമായി ഓപ്പറേഷൻ തുഫാൻ മാറ്റാനാണ് ഉദ്ദേശിച്ചത്. ഓപ്പറേഷൻ തുഫാൻ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ഓപ്പറേഷൻ സ്ട്രൈക്ക്. പോലീസ് കടന്നു ചെന്ന് അത് റെയ്ഡ് ചെയ്ത് പിടിക്കുക. ഇപ്പം ജനങ്ങൾ റെയ്ഡ് ചെയ്ത് തുടങ്ങി. എല്ലായിടത്തും പഞ്ചായത്തുകൾ പോയി റെയ്ഡ് ചെയ്യുന്നു, നല്ല കാര്യമാണ്. പോലീസ് റെയ്ഡ് ചെയ്ത് ലഹരി ഉൽപ്പന്നങ്ങൾ പിടിക്കുന്നു, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിക്കുന്നു, മയക്കുമരുന്ന് പിടിക്കുന്നു. ഇതുവരെ ഞങ്ങൾ കഴിഞ്ഞ 17 ദിവസമായി 15 കോടി രൂപയുടെ അടുത്ത സാധനങ്ങൾ പിടിച്ചിട്ടുണ്ട്. വർത്ത് 15 കോടി രൂപ വില വരുന്ന ഈ മയക്കുമരുന്ന് സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3000-ത്തിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് തുഫാൻ വാരിയേഴ്സ്. എല്ലാവരെയും വാരിയേഴ്സ് ആക്കുന്നു. അതിൻ്റെ ആദ്യത്തെ വാരിയേഴ്സ് മോഹൻലാലാണ്. ഇന്നലെ ഞാൻ കുറച്ച് മത നേതാക്കളെ കണ്ട് അവരെയൊക്കെ ഓപ്പറേഷൻ തുഫാൻ വാരിയേഴ്സ് ആക്കിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ SPC കുട്ടികളും തുഫാൻ വാരിയേഴ്സാണ്. അപ്പം ജനങ്ങളൊട്ടാകെ തുഫാൻ വാരിയേഴ്സായി മാറണം. പത്രപ്രവർത്തകരടക്കമുള്ളവർ തുഫാൻ വാരിയേഴ്സായിട്ട് മാറണം. ഇത് നിർത്തണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മാത്രമേ മതിയാവൂ. മൂന്നാമത്തേത് തുഫാൻ കെയർ. കാരണം ഇത് ഉപയോഗിച്ചു കാലാകാലങ്ങളിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ
അവർക്ക് പെട്ടെന്ന് ഇത് നിർത്തുമ്പോഴുണ്ടാകുന്ന വിഡ്രോവൽ സിൻഡ്രം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വന്ന ആളുകളുണ്ടാകും. അവരെ ട്രീറ്റ് ചെയ്യാനുള്ള നടപടിയും ഞങ്ങൾ കൈക്കൊള്ളും. അങ്ങനെ 3 ഘട്ടമായിട്ടാണ് ഇത് ചെയ്യുന്നത്. 3 ഘടകങ്ങളാണ് ഇതിനകത്തുള്ളത്. ഓപ്പറേഷൻ തൂഫാൻ ഒരു വൻപിച്ച വിജയമാണ്. കേരളത്തിലെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നു. ഇതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ഇത് ഭാവി തലമുറയെ രക്ഷിക്കാനുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു വലിയ മുന്നേറ്റമാണ്. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം ഈ കാര്യത്തിൽ തേടുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ എല്ലാ സംസ്ഥാന ദക്ഷിണേന്ത്യയിലെ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി കത്തയക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ DGP മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാരോട് സംസാരിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നവരുടെ യോഗം ഞാൻ തന്നെ വിളിച്ചു കൂട്ടി അവരുടെ സഹായം തേടി. അവരെല്ലാം സഹായം നൽകാൻ തയ്യാറാണ്. ഇനി കേന്ദ്ര മന്ത്രിമാരെ കാണണമെങ്കിൽ അത് അടുത്ത സ്റ്റേജ് ഞങ്ങൾ ചെയ്യും. ദുർബലമല്ല, ചില കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിൽ നിയമപ്രകാരം അതിന് നടപടിയെടുക്കാൻ പറയാം. ഹൈബ്രിഡ് കഞ്ചാവിന് ഇന്ത്യ പല സ്ഥലത്തും നിരോധിതമല്ല. എനിക്ക് പറയാനുള്ളത്, ദയവായി ഈ ലോറിയിലൊക്കെ പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്നവരൊക്കെ ഇത് അവസാനിപ്പിക്കണം. വെറുതെ ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കല്ലേ. ആലപ്പുഴയിലൊക്കെ വളരെ വ്യാപകമാണിത്. ഇത്തരത്തിലുള്ള ഏർപ്പാടുകളൊക്കെ അവസാനിപ്പിക്കണം. പിന്നെ പോലീസ് പിടിച്ചു എന്നാരും പരാതി പറയരുത്.